ഇതുപോലൊരു കിതാബായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ മാലിഹാദൽ കിതാബ്. ഇതെന്ത് കിതാബാ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. ഞങ്ങൾ ചെയ്തതെല്ലാം ഈ കിതാബിലുണ്ടല്ലോ അല്ലാഹ്. ഒരു കാര്യത്തെ പോലും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാഹ്. പടച്ചവനെ, എന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രം ധരിച്ചിട്ടും ഇസ്ലാമിന്റെ ലേബൽ കിട്ടാൻ ഒരു കറുത്ത തുണിയെടുത്ത് തലയിലൂടെ ഇട്ടു നടന്നുകൊണ്ട് ഞാൻ നടന്നു നീങ്ങിയെങ്കിലും പടച്ചവനെ, എന്റെ ഓരോ ചുവട്ടടികളും തെറ്റുകളായി കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ പൊട്ടിക്കരയാൻ തുടങ്ങുന്നതായ മഹ്സറ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, വെള്ളിയാഴ്ച ദിവസം ഇങ്ങ് വന്നു ചേർന്നാൽ കുളിച്ചില്ല എങ്കിലും ബാത്റൂമിൽ പോയില്ല എങ്കിലും മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരും ദാടി വടിച്ചിറക്കാൻ മടി കാണിക്കില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിനെ വടിച്ചിറക്കിക്കൊണ്ട് ഒരു മുസ്ലിമിന് ചേരാത്ത കോലത്തിലൂടെ നടന്നു നീങ്ങിയ ചെറുപ്പക്കാരാ, അന്ന് നീ ആ കിതാബ് വാങ്ങിക്കൊണ്ട് പൊട്ടിക്കരയാ തുടങ്ങുന്ന പടച്ചവനെ, എന്റെ ദാടിയൊക്കെ ഞാൻ വടിച്ചു കളഞ്ഞതും ഞാൻ ന്യായം പറഞ്ഞതുമെല്ലാം ഈ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ്. ആരും അറിയാതെ പാതിരാത്രി ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെ, എന്റെ കൂട്ടുകാരോടൊപ്പം പ്ലാൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെ എല്ലാം ഈ കിതാബിലുണ്ടല്ലോ അല്ലാഹ്. മാലിഹാദൽ കിതാബ്. ഇതെന്തു കിതാബാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങുന്നതായ മഹ്ശറ. തീർന്നിട്ടില്ലല്ലോ, വീണ്ടും അല്ലാഹുവിന്റെ മുന്നിൽ നിലവിളിക്കാൻ തുടങ്ങുകയാ. യാ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ. പടച്ചവനെ, യാ ലൈതനീ ലം ഊത കിതാബിയാ, എനിക്ക് ഈ കിതാബ് വേണ്ട അല്ലാഹ്, എനിക്ക് ഈ കിതാബ് വേണ്ട അല്ലാഹ്. എന്റെ കയ്യിൽ നിന്ന് ഈ കിതാബൊന്ന് തിരികെ വാങ്ങുമോ അല്ലാഹ്? എന്റെ കയ്യിൽ നിന്ന് ഈ കിതാബൊന്ന് തിരികെ വാങ്ങുമോ അല്ലാഹ്? എന്റെ കിതാബൊന്ന് കളഞ്ഞു പോയിരുന്നെങ്കിൽ, എനിക്ക് കിതാബ് തരപ്പെടാതിരുന്നെങ്കിൽ, യാലൈതനീ ലം ഊത കിതാബിയാ. അതുപോലെ പടച്ചവനെ, എന്നോടൊന്നും ചോദിക്കല്ല അല്ലാഹ്. കാമുകന്മാരോടൊപ്പം ചുറ്റിക്കറങ്ങി നടന്നതെന്നും എന്നോട് ചോദിക്കല്ലേ അല്ലാഹ്. മൊബൈലിന്റെ മിസ്കോളിലൂടെ പരിചയപ്പെട്ടവരോട് സ്വറ പറയാൻ സമയം ചെലവഴിച്ചതെന്തിനെന്ന് എന്നോട് നീ ചോദിക്കല്ലേ അല്ലാഹ്. എന്റെ മുസ്ലിമേ, ഇന്ന് ദുനിയാവിലും നിസ്കരിക്കാത്തതെന്നൊന്നും നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അന്യപുരുഷന്മാരോട് ബന്ധം വയ്ക്കുന്നതെന്ന് എന്തിനെന്നാരെങ്കിലും ചോദിച്ചാൽ, നീ നിന്റെ പണി നോക്കടാ, നിന്റെ പണി നോക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടി നടന്നു നീങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, മാതാ വലം അദ്രി മാ ഹിസാബിയാ. പടച്ചവനെ, എന്നോടൊന്നും ചോദിക്കല്ലേ അല്ലാഹ്. നിസ്കരിക്കാത്തതെന്തെന്ന് ചോദിക്കല്ലേ അല്ലാഹ്. പർദ്ദ ധരിക്കാത്തതെന്തെന്ന് ചോദിക്കല്ലേ അല്ലാഹ്. താടി വടിച്ചതെന്തെന്ന് ചോദിക്കല്ലേ അല്ലാഹ്. ദീനുമായി ബന്ധം പുലർത്താത്തത് എന്താണെന്ന് ചോദിക്കല്ലേ അല്ലാഹ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ നാനാ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെതിരെ എന്തുകൊണ്ട് ഞാൻ ശബ്ദമുയർത്തിയില്ല എന്നോട് ചോദിക്കല്ലേ അല്ലാഹ്. മറുപടി പറയാൻ കൽപ്പില്ല അല്ലാഹ്. വീണ്ടും അല്ലാഹുവിന്റെ മുന്നിൽ കരയാൻ തുടങ്ങുന്നു. യാ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ.
പടച്ചവനെ ഞാനെങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നെ അങ്ങ് കൊന്നുകളയുമോ അല്ലാ. ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെല്ലാം കിതാബുകളിൽ രേഖപ്പെടുത്തി കാണിപ്പിക്കപ്പെടുമ്പോ യൗമയൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ, ആ സമയത്ത് വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. അന്ന് നന്ദി കെട്ട മനുഷ്യരുണ്ടല്ലോ, പടച്ചവനെ നിഷേധിച്ചുകൊണ്ട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചവരുണ്ടല്ലോ, അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങുന്നു, നാഥാ പടച്ചവനെ എന്നെ അങ്ങ് മണ്ണാക്കി കളയുമോ അല്ലാ. ഞാനങ്ങ് മണ്ണോട് മണ്ണായി തീർന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാ. അള്ളാന്റെ മുന്നിൽ കണ്ണീരെടുക്കുന്നു, വീണ്ടും കരയാൻ തുടങ്ങുന്നു. മാഹുനാ അന്നീ മാലിയാ ഹലക അന്നീ സുൽത്താനിയാ. പടച്ചവനെ എന്റെ പണം എവിടെയാ, എന്റെ പലിശ പണം എവിടെയാണല്ലോ, എന്റെ സ്ത്രീധനം എവിടെയാണല്ലോ, എന്റെ ബാങ്ക് ബാലൻസുകളും റിയൽ എസ്റ്റേറ്റിന്റെ ഷെയറുമെല്ലാം എവിടെയാണല്ലോ, നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണം എവിടെയാണല്ലോ, പണതയില്ലാതെ അന്യപുരുഷനോടൊപ്പം ഇരുന്നു കൊണ്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണം എവിടെയാണല്ലോ. ഈ പണമെല്ലാം എനിക്ക് പ്രയോജനം ചെയ്യപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ, തീയിന് വേണ്ടി കൊടുക്കാതെ ഈ പണത്തെ ഞാൻ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നെങ്കിൽ, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാതെ ഈ പണത്തെ ഞാൻ സ്വരൂപിച്ചു വെച്ചിരുന്നെങ്കിൽ, മാതുനാ അന്നീ മാലിയാ, എന്റെ പണമെല്ലാം എവിടെയാണ് അല്ലാ. എന്റെ പണമൊന്നും എനിക്ക് പ്രയോജനം ചെയ്തില്ലല്ല അല്ലാ. അതുപോലെ ഹലക അന്നീ സുൽത്താനിയാ, പടച്ചവനെ എന്റെ അധികാരം എവിടെയാ, എന്റെ പാർട്ടി എവിടെയാ, സംഘടന എവിടെയാ, എന്റെ മന്ത്രി എവിടെയാ, ഭൂരിപക്ഷം എവിടെയാ, MP എവിടെയാ, MLA എവിടെയാ, എന്റെ സംഘടനയിലെ സഹോദരന്മാരെവിടെയാ, എന്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെവിടെയാ, എന്റെ സംഘടനയുടെ സായുധ ബലം എവിടെ, എന്റെ പാർട്ടിയുടെ ഭൂരിപക്ഷം എവിടെ, ഞങ്ങളുടെ മന്ത്രിമാരെവിടെ, ഞങ്ങളുടെ സ്വാധീനം എവിടെ എന്നല്ലാന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമെന്ന് വിശുദ്ധ ഖുർആൻ. കിതാബ് കയ്യിൽ പിടിച്ച് കരയ, മാലിഹാദൽ കിതാബ്, കിതാബാ പടച്ചോനെ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. എനിക്ക് ഈ കിതാബ് വേണ്ട, എനിക്ക് ഈ കിതാബ് വേണ്ട, എനിക്ക് വിചാരണയും വേണ്ട, എന്നോടൊന്നും ചോദിക്കല്ലേ. ഞാൻ ഇവിടെ ഇപ്പൊ മരിച്ചെന്ന് വീണിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു പടച്ചവനെ. ഞാനെങ്ങും മരിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു പടച്ചവനെ. അള്ളാന്റെ മുന്നിൽ കരയാ, എന്നിട്ട് കരയും, മാ അദ്നാ അന്നീ മാലിയാ. പണമൊക്കെ എവിടെ? ദുനിയാവില് പിശുക്കി കെട്ടിപ്പൂട്ടി വെച്ച പണമുണ്ടല്ലോ, അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കാത്ത പണമുണ്ടല്ലോ, അള്ളാന്റെ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി സംഭാവന കൊടുക്കാത്ത പണമുണ്ടല്ലോ, മാ അദ്നാ അന്നീ മാലിയാ. ആ പണമൊക്കെ എവിടെ? ഒന്നും പ്രയോജനം ചെയ്തില്ലല്ലോ. ഹലക അന്നീ സുൽത്താനി, അധികാരം എവിടെ? എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു. ഈ രീതിയിൽ ഭൂമി വന്ന് സാക്ഷി പറഞ്ഞു, അവയവങ്ങൾ വന്ന് സാക്ഷി പറഞ്ഞു, കിതാബും നമുക്കെതിരായി, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാ പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്നും ഭയങ്കരമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഒരു കൂട്ടര് സ്വർഗത്തിൽ പൊയ്ക്കോ, ഒരു കൂട്ടര് നരകത്തിൽ പൊയ്ക്കോ. സഹോദരിമാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എലിമിനേഷൻ റൗണ്ട്. ഒരു കൂട്ടരെ വിജയികളുടെ കൂട്ടത്തിൽപ്പെടുത്തി, മറ്റൊരു കൂട്ടരെ പരാജിതരുടെ കൂട്ടത്തിൽപ്പെടുത്തി. എന്നിട്ട് അള്ളാഹുവിന്റെ ഭയങ്കരമായ ഒരു പ്രഖ്യാപനം വരാൻ